3D ആ ഒരു വിഷ്വൽ മാജിക് എന്നൊക്കെ പറയുന്നത് അത് അത്രത്തോളം വർക്കൗട്ട് ആയി. നല്ല പടമാണ്. ഫാമിലി ഇതിപ്പോ കുട്ടികൾക്ക് മാത്രമല്ല ഫാമിലിക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും. സിനിമ നമ്മൾ ട്രെയിലറിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം സിനിമയുടെ ഒരു കഥ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. ഒരു നാടോടി കഥ എന്ന് പറയാം. പക്ഷെ അതൊരു ഗോവയിലുണ്ടായിരുന്ന ഒരു പോർച്ചുഗീസ് അധിനിവേശം അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അപ്പൊ ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അന്നത്തെ ടെക്നീഷ്യൻസിനെ എല്ലാം അദ്ദേഹം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും സിനിമയിൽ കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു അനിമേറ്റഡ് സോങ് ഉണ്ട്. അപ്പൊ ഓൾറെഡി യൂട്യൂബിൽ ഇറങ്ങിയിരുന്നത് അത് ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും പലർക്കും. അപ്പം പക്ഷെ സിനിമയുടെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഒരു നാടോടി കഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അതിനകത്ത് ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഭയങ്കര പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഒരു പതിഞ്ഞ താളത്തിലാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സിനിമകൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു വൈബ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടിയായിരുന്നു. കാരണം അതൊരു നാടോടി കഥയാണ്. നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നമുക്കെല്ലാം ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥ. പക്ഷെ അത് കേരളത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞതാണ്. അപ്പം അത്രയും ഒരു എനിക്ക് കുറച്ചൊക്കെ ആ ഒരു വൈബ് എനിക്ക് കിട്ടിയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാട്ടൻ. അല്ല, അത് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ വ്യത്യസ്ത ജോണറുകളുള്ള സിനിമകൾ തീർച്ചയായിട്ടും വരണം. ഇനിയും ഞെട്ടിക്കണം എന്നാണ്. ഇപ്പൊ മാർക്കോ എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് വയലന്റ് ആയിട്ടൊരു സിനിമ വന്നു. ഈ വർഷം തന്നെ ഭ്രമയുഗം എന്നൊരു സിനിമ വന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഇങ്ങനത്തെ ഒരു രീതിയിൽ. അല്ല, അദ്ദേഹം ഇതിനകത്ത് ഒന്ന് രണ്ട് സീനൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം ഇതുവരെ ചെയ്ത് ഒരുപക്ഷെ അദ്ദേഹം ഒരു സിനിമയിൽ മാത്രം ചെയ്ത രീതിയിലൊക്കെ ഒരു സീനുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയിൽ അദ്ദേഹം അത്രത്തോളം എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കണമെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ, കാരണം ഇത് സിനിമയുടെ ജോണർ എന്താണ് എന്നുള്ളൊരു അതിന്റെ പരമാവധി അതിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കൈയടി നേടേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹം പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് എന്റെ ഒരു ഇമേജിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ബാധിക്കുമോ ഒന്നും ചെയ്യാതെ ഇങ്ങനത്തെ വ്യത്യസ്ത രീതിയിൽ ചെയ്തത് അതൊരു നല്ലൊരു അല്ല, ത്രൂ ഔട്ട് അദ്ദേഹം ഇതിൽ മെയിനായിട്ട് 2 ക്യാരക്ടേഴ്സാണ് സിനിമയുടെ കൂടുതൽ ഫോക്കസ് എടുത്തത്. അതിൽ ഒന്നുകൂടെ ഉണ്ട്, ഒരു അനിമേറ്റഡ് ക്യാരക്ടറൂടെ ഉണ്ട്. മോഹൻലാലും പിന്നെ അദ്ദേഹത്തിന്റെ അനിമേറ്റഡ് ക്യാരക്ടർ, പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടർ. ഈ 3 ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ സ്പേസ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇമാജിനറി വേൾഡിൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ മലയാളത്തിൽ ഇപ്പൊ കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സംഭവം അതിൻ്റെതായിട്ടുള്ള ഒരു പോളിഷ്ഡ് വെർഷനാണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റിയത്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രതീക്ഷകളൊക്കെ വളരെ കുറവായിരുന്നു. കാരണം ഇത് വരും, അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കഥ കാര്യങ്ങൾ നമുക്ക് അൺപ്രഡിക്റ്റബിളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല, നമുക്കറിയാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടോടി കഥ ആ ഒരു രീതിയിൽ ഇത് പറഞ്ഞു പോകുന്നു. ചേട്ടാ, വളരെ വളരെ നല്ല പടമായിരുന്നു. നമ്മളെ പ്രതീക്ഷിച്ചെന്താണ് അതിന്റെ ഇരട്ടിക്കാനുള്ള നല്ല പടമായിരുന്നു. ആസ് എ ഡയറക്ടർ ലാലേട്ടന്റെ ആ ഒരു അത്രമാത്രം വൗ ഫാക്ടേഴ്സ് ഒക്കെ കണ്ട് നമുക്ക് 3D ആ ഒരു വിഷ്വൽ മാജിക് എന്നൊക്കെ പറയുന്നത് അത് അത്രത്തോളം വർക്കൗട്ട് ആയി. നല്ല പടമാണ്. ഫാമിലി ഇതിപ്പോ കുട്ടികൾക്ക് മാത്രമല്ല ഫാമിലിക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും. അപ്പൊ നമ്മുടെ ഒരു ഫെസ്റ്റിവൽ സീസണ് പറ്റിയ തിയേറ്ററിലോട്ട് ഫാമിലി ഓഡിയൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയ പടമാണ്. ഒരു ഇതും വേണ്ട, എന്തായിരുന്നാലും ക്രിസ്മസ് തൂക്കിയിരിക്കും. ലാലേട്ടന്റെ ഡയറക്ഷൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പടത്തിന്റെ വിഷ്വൽ ക്വാളിറ്റി. മൂന്നാമത്തെ 3D എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത, മലയാളത്തിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള 3D വിഷ്വൽസ് ആണ് പടത്തിൽ. എല്ലാം കൊണ്ട് പടം അടിപൊളിയാണ്, നല്ല രീതിയാണ്. ഒരിടത്തും ഒരു തരിപ്പൊരു ലാഗില്ല. 2.5 മണിക്കൂർ ക്ലീൻ എന്റർടൈനർ.